നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് UDF. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതയ്ക്ക് ജയം. പാർലം പഞ്ചായത്തിൽ BJPക്ക് അട്ടിമറി ജയം. വടക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ അട്ടിമറി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. കൊച്ചിയിലും തൃശ്ശൂരിലും കോൺഗ്രസിൽ കലാപം അടങ്ങുന്നില്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്ത ലാലി ജെയിംസ്. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്ന് തൃശ്ശൂർ മേയർ നിജി ജസ്റ്റിൻ. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിൽ KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ഉമാ തോമസ് MLA പരാതി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവായ അർഹരായവരെ ഉൾപ്പെടുത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ. സഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരെ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കുന്നതിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ്. പ്രശസ്ത കലാസംവിധായകൻ K. ശേഖർ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്ത്. ശേഖർ രാജ്യത്തെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകൻ. സിനിമാ രംഗത്തെത്തിയത് പടയോട്ടം എന്ന ചിത്രത്തിലൂടെ. ശബരിമലയിൽ റെക്കോർഡ് വരുമാനം ഇത്തവണ ലഭിച്ചത് 332.77 കോടി രൂപ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി മണ്ഡലപൂജ. സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും. മുഖ്യമന്ത്രിയും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI ഫോട്ടോ പങ്കുവച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് N. സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ്. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിച്ചു കോൺഗ്രസ്. മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമെന്ന് VD സതീശൻ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നതാലെ തൃശൂരിൽ ആരംഭിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K. രാജൻ, R. ബിന്ദു, മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കുന്നു. തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നതാലെ തൃശൂരിൽ ആരംഭിച്ചു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിവരാം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K. രാജൻ, R. ബിന്ദു, മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഉള്ളവയാണ് ഈ പരിപാടിയിൽ അണിനിരക്കുന്നത്. നിരവധി വിശ്വാസികളും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും തന്നെ ഇതിൽ പങ്കെടുക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഇതിലേക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പിന്നീട് മടങ്ങി വരാം. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച UDF രംഗത്ത് വരുന്നു. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതയ്ക്ക് ജയം. പാർലം പഞ്ചായത്തിൽ BJPക്ക് അട്ടിമറി ജയം. വടക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. LDFന് മുൻതൂക്കമുള്ള തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി കല്ലമ്പലം ഡിവിഷനിൽ നിന്നും വിജയിച്ച V. പ്രിയദർശിനിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഗ്നസ് റാണി UDFന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. പ്രസിഡന്റായി സ്ഥാനമേറ്റ പ്രിയദർശിനിയെ മന്ത്രി V. ശിവൻകുട്ടി ജില്ലാ പഞ്ചായത്തിലെത്തി അനുമോദിച്ചു. വൈസ് പ്രസിഡന്റായി നാവായിക്കുളം ഡിവിഷനിൽ നിന്നുള്ള BP മുരളിയെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതികൾ
പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 3 മാസം മാത്രമാണ് നമുക്കുള്ളത്. പ്രഥമ പരിഗണന ഈ പദ്ധതികളെ തുടങ്ങിവെച്ച പദ്ധതികളെ പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും പുതിയ പ്രഥമമായിട്ടുള്ള പരിഗണന. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ചടയമംഗലം ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPI പ്രതിനിധി R. ലതാദേവിയാണ് പ്രസിഡന്റ്. മന്ത്രി GR അനിലിന്റെ ഭാര്യയും മുൻ MLAയുമാണ് ഇവർ. പ്രസിഡന്റ് സ്ഥാനം ആദ്യ 2 വർഷം CPIക്കും അവസാനം 3 വർഷം CPMനുമാണ്. തലവൂർ ഡിവിഷൻ അംഗമായ ഡോക്ടർ മീര ടീച്ചറായിരുന്നു UDFന് വേണ്ടി എതിരായി മത്സരിച്ചത്. മന്ത്രി GR അനിലിനെ കൂടാതെ മന്ത്രിയായ J. ചിഞ്ചുറാണി, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത് വിമത സ്ഥാനാർത്ഥികളുടെ നിലപാടുകളാണ്. UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ വെമ്പായം പഞ്ചായത്തിൽ UDFന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. ഇവിടെ UDFനും LDFനും 8 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. LDFന്റെ അമിതാ ബാബുവാണ് പ്രസിഡന്റ്. മംഗലപുരത്ത് കോൺഗ്രസ് വിമതൻ ശ്രീചന്ദിനെ പ്രസിഡന്റാക്കി LDF ഭരണം നേടി. അതേസമയം പാങ്ങോട് SDPIയുടെ പിന്തുണയോടെ പ്രസിഡന്റായ UDFിലെ S. ഗീത രാജിവെച്ചു. SDPI പിന്തുണ വേണ്ടെന്ന നിലപാടിനെ തുടർന്നാണ് രാജി. കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത്, ചിറക്കര, ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റുമാരെ നിർണയിച്ചത്. ചിറക്കരയിൽ UDFനൊപ്പം ചേർന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉല്ലാസ് കൃഷ്ണനാണ് പ്രസിഡന്റായത്. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലും SDPIയുടെ പിന്തുണ നിഷേധിച്ച് UDF പ്രസിഡന്റ് രാജിവെച്ചു. അയിരൂർ പഞ്ചായത്തിൽ BJPയെ പുറത്താക്കി LDFും UDFും ചേർന്ന് സ്വതന്ത്രനായി വിജയിച്ച സുരേഷ് കുഴുവേലിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇതോടെ 6 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും BJP പുറത്തായി. പുറമറ്റം പഞ്ചായത്തിൽ UDF വിമതന്റെ പിന്തുണയോടെ LDF ഭരണം നേടി. കവിയൂർ പഞ്ചായത്തിൽ LDFിലെ സ്വപ്ന അപ്പുക്കുട്ടൻ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ LDFനും BJPക്കും 5 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. അതേസമയം LDF വിട്ടുനിന്നതോടെ തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിലേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ വടക്കൻ കേരളത്തിൽ ചിലയിടത്ത് അട്ടിമറി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDFന് തിരിച്ചടിയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ മലപ്പുറത്ത് ഏകപക്ഷീയമായി പ്രതിപക്ഷമില്ലാതെയാണ് UDF ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോടഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടു. LDFന്റെ 13 വോട്ടുകൾക്കെതിരെ 15 വോട്ടുകൾ നേടിയാണ് UDF ഭരണം പിടിച്ചത്. മുസ്ലിം ലീഗിലെ KK നവാസാണ് വൈസ് പ്രസിഡന്റ്. വികസനത്തിനായി ശ്രമിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. സമവായവും സഹകരണവും, ആ 2 വാക്കുകൾ മുൻനിർത്തിയായിരിക്കും മുൻപോട്ട് പ്രവർത്തിക്കുക. RJDയുടെ രജനി തെക്കേത്തയിൽ വോട്ട് മാറി ചെയ്തതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കയ്യിലെത്തി. ജനകീയ മുന്നണി സ്ഥാനാർത്ഥി രാധാകൃഷ്ണനാണ് ബ്ലോക്ക് പ്രസിഡന്റ്. നറുക്കെടുപ്പിലൂടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ മിനി വട്ടക്കണ്ടി പ്രസിഡന്റായി. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIMലെ ഇസ്മയിൽ കുറുമ്പയിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു. നന്മണ്ട, കോട്ടൂർ പഞ്ചായത്തുകൾ നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ചപ്പോൾ മൂടാടി, തിരുവള്ളൂർ പഞ്ചായത്തുകൾ LDFന് ലഭിച്ചു. എന്നാൽ മൂടാടിയിലെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ചട്ടലംഘനം നടത്തിയെന്ന പരാതിയുമായി UDF രംഗത്തെത്തി. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തായ മുണ്ടേരിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് UDFന് ഭരണം ലഭിക്കുന്നത്. വോട്ടെടുപ്പിൽ CPMന്റെ 12ാം വാർഡ് അംഗം സുനിൽ ബാലറ്റിന്റെ പുറത്ത് ഒപ്പിടാത്തതിനെ തുടർന്ന് അസാധുവായി. ഇതോടെ ലീഗിലെ CK റസീന പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പ് നടന്ന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന്റെ KV ബിജു പ്രസിഡന്റായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ ബിനോയ് കുര്യനും തെരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ സാബു എബ്രഹാം ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നുള്ള UDF അംഗം ഇർഫാന ഇക്ബാലിനെ വൈകിയെത്തിയതിനാൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് UDF അംഗം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 18 ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDFന് 9ഉം UDFന് 8ഉം BJPക്ക് 1 അംഗവുമാണുള്ളത്. BJP അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി കോൺഗ്രസിലെ ചന്ദ്രിക കൃഷ്ണൻ ചുമതലയേറ്റു. 2 അംഗങ്ങൾ മാത്രമുള്ള LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. അതേസമയം 25 വർഷത്തിന് ശേഷം ആദ്യമായി LDFന് ഭൂരിപക്ഷം ലഭിച്ച മുപ്പൈനാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിച്ചു. LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിച്ചത്. പൂതാടിയും നറുക്കെടുപ്പിലൂടെ LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. UDF അംഗത്തിന്റെ വോട്ട് അസാധുവാവുകയായിരുന്നു.
മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ലീഗിലെ പി എ ജബ്ബാർ ഹാജി തെരഞ്ഞെടുക്കപ്പെട്ടു. 33 അംഗ സമിതിയിൽ മുഴുവൻ സീറ്റും കരസ്ഥമാക്കി പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറത്ത് UDF അധികാരത്തിലേറിയത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ അഡ്വക്കേറ്റ് R ഗായത്രി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. തർക്കത്തെ തുടർന്ന് മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. പ്രസിഡന്റ് സ്ഥാനം പങ്കുവെക്കണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. ആകെയുള്ള 19 സീറ്റിൽ കോൺഗ്രസിന് 7 സീറ്റും ലീഗിന് 4 സീറ്റുമാണുള്ളത്. അമൃത ന്യൂസ്, മലബാർ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി UDFിൻ്റെ KG രാധാകൃഷ്ണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFിൻ്റെ A മഹേന്ദ്രനെ തെരഞ്ഞെടുത്തു. എറണാകുളം ജില്ലയിലെ വടുവുക്കോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. KG രാധാകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി UDFിന്റെ KG രാധാകൃഷ്ണൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 28 അംഗ ജില്ലാ പഞ്ചായത്തിൽ 25 UDF അംഗങ്ങളാണുള്ളത്. LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി A മഹേന്ദ്രനെ തെരഞ്ഞെടുത്തു. 24 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ 16 വോട്ടുകളാണ് മഹേന്ദ്രന് ലഭിച്ചത്. UDFിന്റെ ജോൺ തോമസിന് 8 വോട്ടുകളും ലഭിച്ചു. എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. 2020യുടെ 2 അംഗങ്ങളും UDFിന് വോട്ട് ചെയ്തു. എന്നാൽ 2020യുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന പ്രസിഡന്റ് റെജി തോമസ് പ്രതികരിച്ചു. ജനാധിപത്യ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഭൂരിപക്ഷം വോട്ട് കിട്ടി, പ്രസിഡന്റ് ആവാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ആരോടും പ്രത്യേകിച്ച് പിന്തുണയൊന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും ചോദിച്ചിരുന്നു. ഞാനൊരു മുൻ മെമ്പറായിരുന്നു. വടവുകോട് പുത്തൻകുരിശ് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തി. CPMലെ അമൃതയാണ് പ്രസിഡന്റ്. LDFിനും UDFിനും 5 വീതം അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2020 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചേന്നമംഗലം പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ കോൺഗ്രസിലെ PA ഹരിദാസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDFിൽ ചേർന്ന് പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചൻ വെമ്പാടന്തറയാണ് കൂറുമാറിയത്. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിലെ ജോഷി ഫിലിപ്പും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ കേരള കോൺഗ്രസിലെ പ്രൊഫസർ ഷീല സ്റ്റീഫനും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുവരുടെയും 2ാം ഊഴമാണ്. കോട്ടയം കുമരകം പഞ്ചായത്തിൽ BJP പിന്തുണയോടെ UDF സ്വതന്ത്രൻ പ്രസിഡന്റായി. ഇടുക്കി ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തത്. 23 അംഗങ്ങളുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 16 വോട്ടുകൾ നേടിയാണ് കോൺഗ്രസിലെ ജോഷി ഫിലിപ്പ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിലെ പെണ്ണമ്മ ജോസഫിന് 7 വോട്ടുകളും ലഭിച്ചു. 2015 ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആദ്യ ടൈമിൽ ജോഷി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. മുൻ DCC പ്രസിഡന്റും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമാണ് വാകത്താനം സ്വദേശിയായ ജോഷി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ ഷീല സ്റ്റീഫൻ 1995 ജില്ലാ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു. നിലവിൽ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാണ്. ഇടുക്കി ജില്ലയിൽ ഇടതുവലത് മുന്നണികൾക്ക് അംഗങ്ങൾ തുല്യമായ 4 പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. 3 LDFിനും 1 UDFിനും പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. കുമരകം പഞ്ചായത്തിൽ BJP അംഗങ്ങൾക്കൊപ്പം ഭാഗ്യവും പിന്തുണച്ചപ്പോൾ UDF സ്വതന്ത്രൻ പ്രസിഡന്റായി. 2ാം വാർഡിൽ നിന്നും വിജയിച്ച AP ഗോപിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ തുല്യമായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് ഗോപി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം കുമരകം ഗ്രാമപഞ്ചായത്തിൽ പാർട്ടി വിപ്പ് ലംഘിച്ച ജനപ്രതിനിധികൾക്കെതിരെ നിയമപരമായും സംഘടനാപരമായും നടപടികൾ സ്വീകരിക്കുമെന്ന് പാർട്ടി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അറിയിച്ചു. എരുമേലി പഞ്ചായത്തിൽ ക്വാറം തികയാത്തതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പട്ടികവർഗ സംവരണമായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനെ തുടർന്ന് UDF വിട്ടുനിന്നതാണ് കാരണം. ഈ മാസം 29-ന് രാവിലെ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 30 വോട്ടിൽ 21 നേടിയാണ് മേരി തോമസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. അതേസമയം മറ്റത്തൂരിലെ 8 കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി.
വാഴാനി ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മേരി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച പുത്തൂർ ഡിവിഷനിൽ നിന്നുള്ള EA ഓമനയ്ക്ക് 9 വോട്ടുകൾ ലഭിച്ചു. രാവിലെ 10:40 തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി കളക്ടർ K. കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം മറ്റത്തൂരിൽ 8 കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. ഏറ്റവും സീനിയറായ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഉസൈബേട്ടനാണ് UDFിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് നമ്മളെല്ലാവരും തീരുമാനിച്ചു. ഇന്ന് രാവിലെ വരെ ഞങ്ങളങ്ങനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അവസാന സമയത്ത് എന്തൊക്കെയോ ഓഫറിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം നമ്മുടെ UDFിൻ്റെ നമ്മുടെ കൂടെ നിന്ന് മാറി LDFിൻ്റെ ഭാഗമായിട്ട് ഏകദേശം അദ്ദേഹം ചിന്തിച്ചത് 11 പേര് അവിടെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 5 വർഷവും പ്രസിഡന്റായിട്ട് നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് UDFിൻ്റെ കൂടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും UDF തീരുമാനിച്ചത്. അവസാന സമയത്താണ് നമ്മൾ ടെസ്സി ചേച്ചിയിലേക്ക് എത്തിയത്. ടെസ്സി ചേച്ചിയെ, സ്വതന്ത്രയായ ടെസ്സി ചേച്ചിക്ക് UDF പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി TM ശശി ചുമതലയേറ്റു. ശശിക്ക് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CPMന് 15, CPIക്ക് 2, ജനതാദൾ Sന് 2 എന്നിവ ഉൾപ്പെടെ 19 സീറ്റാണ് LDFിന്റെ കക്ഷിനില. കഴിഞ്ഞ ഭരണസമിതിയിൽ 3 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന UDFിൽ നിലവിൽ കോൺഗ്രസിന് 8, ലീഗിന് 4 ഉൾപ്പെടെ 12 അംഗങ്ങളുണ്ട്. പല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച TM ശശി DYFI ജില്ലാ സെക്രട്ടറിയായും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അമൃത ന്യൂസ്, തൃശൂർ. സസ്പെൻഷൻ നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ലാലി ജെയിംസ്. സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തുടരും. തന്നെ തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. CPMലേക്കോ BJPയിലേക്കോ ഇല്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല. പാർട്ടി ഫണ്ട് നിജി ജസ്റ്റിൻ നൽകിയിട്ടുണ്ടാകുമെന്നും ലാലി ജെയിംസ് തൃശ്ശൂരിൽ പറഞ്ഞു. ഒരു പക്വത DCC പ്രസിഡന്റ് കാണിക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇന്ന് ചിലപ്പോൾ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ രാത്രി എനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളോടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു MLA ആയിട്ടില്ല, അദ്ദേഹം ഒന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യം. ലാലി ജെയിംസിനെതിരെ പാർട്ടി സ്വീകരിച്ചത് ഉചിതമായ നടപടിയെന്ന മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. പാർട്ടി എക്കാലവും എല്ലാ വിഷയങ്ങളിലും ഉചിതമായ നടപടിയാണ് സ്വീകരിക്കാറുള്ളത്. ലാലി ജെയിംസിൻ്റെ കാര്യത്തിലും സ്വീകരിച്ചത് ഉചിതമായ നടപടി തന്നെ. തനിക്കെതിരായ ആരോപണങ്ങളിൽ മറുപടി പറയാനില്ല. ലാലി ജെയിംസിൻ്റെ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്നും നിജി ജസ്റ്റിൻ തൃശ്ശൂരിൽ പറഞ്ഞു. എറണാകുളത്ത് കോൺഗ്രസിൽ തർക്കങ്ങൾ തീരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഉമാ തോമസ് MLA ആണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് ഉമാ തോമസ് MLAയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഉമാ തോമസ് പരാതി നൽകി. കൗൺസിലർമാരുടെ പിന്തുണയോടെ അടിസ്ഥാനത്തിൽ 2 പേർക്കായി അധ്യക്ഷ സ്ഥാനം വീതം വയ്ക്കണമെന്നതാണ് ഉമാ തോമസിന്റെ ആവശ്യം. എന്നാൽ ഉമയുടെ ആവശ്യം DCC നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് വാർഡ് അംഗങ്ങളും BJPയും തമ്മിൽ അന്തർധാരയെന്ന ആരോപണം ശക്തം. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്ത് വരുന്നു. വിട്ടുനിന്നവർ രക്തസാക്ഷികളോട് പോലും കൂറില്ലാത്തവരെന്നും അവർക്ക് പിന്നിൽ ചിലരുണ്ടെന്നും ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല. നേതൃത്വം നടപടിയെടുക്കണമെന്നും നടപടിയെടുത്തില്ല എങ്കിൽ കടുത്ത നിലപാട് എടുക്കേണ്ടി വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നത്. BJP അംഗം കൂടി വിട്ടുനിന്നതോടെ കോറം തികയാതെ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുക, 2-3 ദിവസമായിട്ട്. സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ M ലിജുവിനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനം എടുക്കും. അതിന് യാതൊരു തർക്കവുമില്ല. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുല്ലൂർ പെരിയയിലെ BJPയുടെ അംഗം വിട്ടുനിന്ന അംഗത്തെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് BJPയുടെ നേതാക്കൾ പറയുന്നത്.
ഈ അന്തർധാരയ്ക്ക് പുറകിൽ ബാലകൃഷ്ണൻ പെരിയയാണെന്നുള്ളൊരു ആരോപണമുണ്ടോ? ഞാനിപ്പോൾ ആരുടെയും പേര് പറയുന്നില്ലല്ലോ. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ്. അപ്പം നിങ്ങൾ പെരിയെ ചെന്ന് ചോദിച്ചാൽ ആരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അവിടെ അങ്ങാടിപ്പാട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ വാഗുകൊണ്ട് പറയേണ്ട കാര്യമുണ്ട്. ഞാൻ ഒരാളിൻ്റെയും പേര് പറയില്ല. ആരൊക്കെയാണ് ഈ അവിഹിത ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നും ആരൊക്കെയാണ് ഇന്ന് മെമ്പർമാരെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നും ആരാണ് ഇന്ന് ഒരു കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുന്നതിൽ നിന്ന് ഉള്ള അവസരം നിശ്ചയിച്ചതെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗിൽക്കറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നവരെ ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കുമെന്ന് രത്തൻ ഗിൽക്കർ വ്യക്തമാക്കി. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരുടെ പേര് ചേർക്കാൻ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടികയിലെ ഇതുവരെയുള്ള പോരായ്മകളും ആശങ്കകളുമാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. നിലവിലെ പുരോഗതി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറും വ്യക്തമാക്കി. കരട് വോട്ടർ പട്ടിക എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അസംബ്ലി തലത്തിലും ജില്ലാ തലത്തിലും നമ്മൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ, അത് പേര് നീക്കാൻ ചെയ്യാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 2 പ്രാവശ്യം ആ വോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും കാര്യവശാൽ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഫോം 7 കൂടി ഒരു ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. SIRന്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2,54,42,352 വോട്ടർമാർ മാത്രമാണ് ഇടം നേടിയിട്ടുള്ളത്. 24,08,503 പേർ പട്ടികയിൽ നിന്നും പുറത്തായി. ജനുവരി 22 വരെ കരട് പട്ടികയിന്മേൽ എതിർപ്പുന്നയിക്കാൻ അവസരമുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 14 വരെ ഹിയറിംഗുകളും പരിശോധനകളും നടക്കും. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. ഹിയറിംഗിന് വിളിക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി ഹാജരാക്കാമെന്നതിനെ കോൺഗ്രസ് പ്രതിനിധി MK റഹ്മാൻ വിമർശിച്ചു. മറ്റേതൊരു സർട്ടിഫിക്കറ്റിനെയും പോലെ ജാതി സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാമെന്നേ ഉള്ളൂവെന്നും വസ്തുതകളെ വളച്ചൊടിക്കരുതെന്നും BJP പ്രതിനിധി JR പത്മകുമാർ ചൂണ്ടിക്കാട്ടി. കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നവരെയും കിടപ്പ് രോഗികളെയും പ്രായാധിക്യത്തിന്റെ പരിമിതികൾ മൂലം നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവരെയും ഹിയറിംഗിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതേസമയം കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരുടെ പേര് ചേർക്കാൻ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. പട്ടികയിൽ നിന്നും പുറത്തായത് 24 ലക്ഷത്തിലധികം പേരാണ്. ഇവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാരിന്റെ ഇടപെടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് 4 വയസ്സുകാരനെ കാണാനില്ല എന്ന് പരാതി. പാലക്കാട് ചിറ്റൂർ കറുകമണി ഇരുമങ്കോട് ആണ് സംഭവം. 4 വയസ്സുകാരനായ സുഹാനിയാണ് കാണാതായത്. രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് കാണാതായത്. കുട്ടിക്ക് സംസാരശേഷി കുറവുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. പ്രദേശത്ത് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിൽ അറസ്റ്റിലായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യന് ജാമ്യം. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് N സുബ്രഹ്മണ്യനെതിരെ സ്വമേധയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിലെത്തിയില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ N സുബ്രഹ്മണ്യനെ ചെത്തുകടവിലെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം അറിഞ്ഞ് സംഘടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ മൊഴിയെടുത്ത ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BJP നേതാക്കൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിലും സുബ്രഹ്മണ്യനെതിരെ മാത്രം കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഏകാധിപതി ചമയുകയാണ്. ആരെയാണ് ഭയപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കേസ് എടുത്ത് പേടിപ്പിക്കാൻ നോക്കണ്ട,
ജനങ്ങൾ നൽകിയ താക്കീത് ഇനിയും തിരിച്ചറിഞ്ഞില്ലേ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ. മിസ്റ്റർ പിണറായി വിജയൻ, അപമാനമാണ്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. നാളെ ഇടതുമുന്നണിയുടെ അടിയന്തര യോഗം ചേരും. CPM സംസ്ഥാന സമിതി യോഗവും നാളെയും മറ്റന്നാളും ചേരും. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിൽ ഡി സൂസ ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, എന്തായാലും തോൽവിയെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നേതൃയോഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ CPM മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് തോറ്റു, എവിടെയൊക്കെ വീഴ്ചയുണ്ടായി, CPI തന്നെ CPMനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം, ഏത് തരത്തിലുള്ള വിശദീകരണമാണ് പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ നൽകുക? CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ ചേർന്നതാണ്. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടരുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും സമാപിച്ചിട്ടില്ല. ദീർഘ സമയമെടുത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുന്നത് ഓരോ ഘടകകക്ഷി പാർട്ടികളും പ്രത്യേകം വിലയിരുത്തണമെന്നായിരുന്നു കഴിഞ്ഞ തവണ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനമായത്. അതായത് LDF യോഗം ചേർന്നിരുന്നു. പ്രാഥമികമായ ഒരു LDF യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നു. ആ LDF യോഗത്തിൽ എടുത്ത തീരുമാനം തൽക്കാലം ഇപ്പോൾ മുന്നണി ഒരുമിച്ച് ചേർന്നൊരു വിലയിരുത്തൽ വേണ്ട. ആദ്യഘട്ടം എന്ന രീതിയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകം വിലയിരുത്തട്ടെ. അതിനുശേഷം ജനുവരി ആദ്യവാരം സമഗ്രമായ ഒരു ഇടതുമുന്നണി യോഗം ചേരുകയും ആ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയതിനെ പഠിക്കുകയും തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകം യോഗം ചെയ്യുന്നതിന്റെ ഭാഗമായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നു. നാളെയും മറ്റന്നാളും CPMന്റെ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. അടിയന്തരമായി നാളെ ഇടതുമുന്നണി യോഗം ചേരാൻ കൂടി ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. പക്ഷേ ഇടതുമുന്നണി യോഗം നാളെ ചേരുന്നത് SIRനെതിരെ ഒരു പ്രചാരണം നടത്തുക എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SIRന് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ മുന്നണി തീരുമാനിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് അതിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇടതുമുന്നണി യോഗം നാളെ അടിയന്തരമായി ചേരുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വളരെ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഒപ്പം ഈ മുന്നണി, അതായത് പ്രധാനമായ തെരഞ്ഞെടുപ്പിന് പരാജയ കാരണമായി മുന്നോട്ട് വയ്ക്കുന്ന ശബരിമല വിഷയവും ന്യൂനപക്ഷങ്ങളുള്ള ഇടതുമുന്നണിയുടെ സമീപനവും ഒക്കെ തന്നെ തിരിച്ചടിയായെന്നൊരു വിലയിരുത്തലുണ്ടാകും. അത് നാളെ ചേരുന്ന സംസ്ഥാന സമിതി, നാളെയും മറ്റന്നാളും ചേരുന്ന CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിലും വിശദമായി തന്നെ ചർച്ചയുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദീർഘസമയം എടുത്തു ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങളിൽ ഏറെ തന്നെ ശ്രദ്ധയാകർഷിക്കുകയും ഏറെ തന്നെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്ത തീരുമാനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ അടിയന്തര ഇടതുമുന്നണി യോഗവും ചേരുന്നത്. നാൽപ്പത്തിയൊന്ന് ദിവസത്തെ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തി. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. ശബരിമലയിൽ മണ്ഡലകാല സീസണിലെ വരുമാനം 332 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 35 കോടി 70 ലക്ഷം രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. ഇതുവരെ 30,56,000 പേർ ദർശനം നടത്തി. ഭക്തർക്ക് സുഗമമായ ദർശനം നടത്തുന്നതിൽ തുടക്കത്തിലുണ്ടായ ചില പാളിച്ചകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പരിഹരിച്ചുകൊണ്ടാണ് ഈ മണ്ഡലകാലം പൂർത്തിയാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. സുധീഷ്, വരുമാനത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 35 കോടി 70 ലക്ഷം രൂപയുടെ വർധനവ്. സ്വാഭാവികമായും എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയുടെ വർധനവ് സ്വാഭാവികമായും വരാറുണ്ട്. ഇത്തവണ അത്രയ്ക്ക് തന്നെ തീർത്ഥാടകരെത്തി എന്ന് തന്നെയാണോ ദേവസ്വം ബോർഡിൻ്റെ വിലയിരുത്തൽ? ഇപ്പോൾ ഇന്ന് മണ്ഡല പൂജ കഴിഞ്ഞിരിക്കുന്നു. തീർത്ഥാടകരുടെ വരവ് എങ്ങനെയാണ്? മാത്രമല്ല 30-ാം തീയതിയാണ് ഇനി നട തുറക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന ഒരു സാഹചര്യമാണോ? സാധാരണയായി 11 മണിക്ക് ശേഷം ഒക്കെയാണല്ലോ
ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് ഇന്ന് നേരത്തെ ആകാനുള്ള സാധ്യതയുണ്ടോ? രാജേഷ്, ആദ്യം തന്നെ പറയേണ്ടത് വരുമാനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 35,70,00,000 രൂപയുടെ വർധനവാണ് ഇത്തവണ ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു കണക്കെടുപ്പുകളും മറ്റുമൊക്കെ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 332,77,5,132 രൂപയുടെ വരുമാനം, അത് ഈ 41 ദിവസം മണ്ഡലകാലം പൂർത്തിയാക്കുമ്പോൾ ഈ ഒരു വർധനവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത്. ഇതിൽ കാണിക്ക, അപ്പം, അരവണ, വാടക, കുത്തക ലേലം അടക്കമുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു വരുമാനമാണ് ഇപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ 35,70,00,000 രൂപയുടെ വർധനവ് ഇത്തവണ ഈ 41 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ വരുമാനത്തിൽ ഒരു വർധനവ് അത് കാണിക്കുന്നത് തീർച്ചയായും അയ്യപ്പനടുത്തേക്ക് ആൾക്കാർ കൂടുതലായി എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ കാണിക്ക ഉൾപ്പെടെയുള്ള നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു സുഗമമായ മണ്ഡലകാലം എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ സുഗമമായ രീതിയിൽ ഈ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തലുകളും വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ആദ്യ സമയങ്ങളിലൊക്കെ ഈ മണ്ഡല സീസൺ ആരംഭിച്ചപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഭക്തർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർ ചില വിഷമങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. കാരണം ഭക്തർ ഏറെ സമയം ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നൊക്കെയുള്ള ഒരു വിമർശനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളും ഭക്തർക്ക് നേരിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ, അതായത് മണ്ഡലകാലം ആരംഭിച്ച് ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം സ്ഥിതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ദേവസ്വം ബോർഡിനും പോലീസ് സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ കഴിഞ്ഞു. അതിലൂടെയാണ് ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് മൂലം ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത്. ദേവസ്വം ബോർഡും പോലീസും മറ്റ് സംവിധാനങ്ങളും ഫോറസ്റ്റും ഒക്കെ തന്നെ അത്തരത്തിലൊരു സംവിധാനങ്ങൾ കൃത്യമായ ഏകോപനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിപ്പോൾ ഈ ഒരു മണ്ഡലകാലം 41 ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിൽ ഭക്തർക്ക് കൃത്യമായി അവർക്ക് ദർശനം നടത്തുന്നതിനും ഒപ്പം തന്നെ അവരുടെ അയ്യപ്പ ദർശനം സുഗമമായി നടത്തുന്നതിനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മുന്നോട്ട് പോക്കുകളുമായിരുന്നു പിന്നീട് നാം കണ്ടത്. ഏതായാലും ഇത്തരത്തിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അയ്യപ്പ ദർശനം പൂർത്തിയാകുമ്പോൾ ഭക്തരും അവർ നിറഞ്ഞ സംതൃപ്തിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ 41 ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാകുന്ന ഈ സമയത്ത് നമുക്ക് ഈ അയ്യപ്പ ദർശനം നടത്തുന്ന ഭക്തരെയും ഒപ്പം ശബരീശ സന്നിധിയിലുള്ള ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു അന്തരീക്ഷത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടി ഈ മണ്ഡലപൂജ 41 ദിവസത്തെ മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നു. തുടർന്ന് 30-ാം തീയതിയാണ് പിന്നീട് നട തുറക്കുക. 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. തുടർന്നുള്ള ഈ മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുടെ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉൾപ്പെടെ മറ്റ് വകുപ്പ് മേധാവികളുടെ ഉൾപ്പെടെയുള്ള അവരുടെ അധ്യക്ഷതയിൽ പമ്പയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുത്തിരുന്നു. കൃത്യമായ ഏകോപനം എല്ലാ വകുപ്പുകളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിൽ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് മഹോത്സവം കാണുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സന്നിധിയിൽ ദീപാരാധന സമയമാണ്. അതിലേക്ക്
സന്നിധാനത്ത് നിന്നുള്ള ദീപാരാധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ആദ്യത്തെ ആശയക്കുഴപ്പം ഒഴിച്ചാൽ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നു. പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ 40 ദിവസവും സുഗമദർശനം ഉറപ്പാക്കിയെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ഭക്തന്മാരിവിടെ വന്നുപോയി ഈ 40 ദിവസം കൊണ്ട്. ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 40 ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷത്തെ വരുമാനം. പരാതികളൊക്കെ അപ്പം പരിഹരിച്ചു പോകാൻ പറ്റി. പരാതികൾ വന്നുകൊണ്ടിരിക്കും, ഇത്രയും പേര് വരുന്ന സ്ഥലമാണ്. പക്ഷെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. കോടതിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പാലിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിമർശനമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. കാരണം കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ചു പോകാം.